അക്കാലത്ത് ഒരുവിധം പ്രാമാണികരായ യുക്തിവാദി സംഘം നേതാക്കളെ മുഴുവൻ ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ നാട്ടിലും അയൽ നാട്ടിലൊക്കെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചിട്ടുണ്ട്, പരിപാടികളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ധാരാളം വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. എന്തിനേറെ ഒരു പൊതുയോഗത്തിൽ അവസാന നിമിഷം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഇടപെടൽ വഴിയാണ് കല്ലേറിനെ കുറിച്ച് സൂചന കിട്ടുകയും കല്ലേറ് തുടങ്ങിയ ഉടനെ ഞാൻ അബ്ദുൽ മാഷയും ചിറക്കലിനെയും കുഞ്ഞീ സാഹിബിനെ എല്ലാം കൂട്ടിയിട്ട് മതിലിയാടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അന്നൊക്കെ ഹൈന്ദവ മതത്തെക്കുറിച്ച് വേണമെങ്കിൽ പറയാം, ഇസ്ലാം മതത്തെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ അബൂജാഹിലിൻ്റെ റോളാണ് നമുക്ക് പിന്നീട് ഉണ്ടാകുക. ജീവിതം അവിടെ തീരുമായിരുന്നു. ഒരു വൈരുദ്ധ്യാത്മക ഭൗതികവാദം പഠിച്ചിട്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചിട്ടൊന്നുമല്ല ഞാൻ ഈ സംഘടനയിൽ എത്തിപ്പെടുന്നത്. സംഘടനയിൽ എത്തിയ ശേഷം ഇത്തരം പ്രവർത്തനങ്ങളിലേക്കൊക്കെ അല്ലെങ്കിൽ ഇത്തരം പഠനങ്ങളിലേക്ക് അതിൽ വിദ്യാർത്ഥി ജീവിതകാലത്തുള്ള പഠന ക്ലാസ്സുകളിലും കാര്യങ്ങളൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞു. ഈ നാട്ടിൽ ധാരാളിത്തം കാണിച്ചിരുന്ന അല്ലെങ്കിൽ നാട്ടിൽ നമ്മളൊക്കെ അസൂയയോടുകൂടി നോക്കിയിരുന്ന പലരും അവിടെ പിന്നെ ദുബായ് പോർട്ടിൽ അല്ലെങ്കിൽ അറബികളുടെ വീടുകളിൽ അല്ലെങ്കിൽ കടകളിൽ ഇവിടെയൊക്കെ തൊഴിലെടുത്ത് കഠിനമായ തൊഴിലെടുത്തിട്ടാണ് അവർ മുഴുവൻ നാട്ടിലേക്ക് ഈ സമ്പാദ്യവുമായി 2-3 വർഷം കൂടുമ്പോൾ വരുന്നത്. കള്ളന്മാരെ നമ്പിയാലും കുള്ളന്മാരെ നമ്പിക്കൂടാന്നൊക്കെയാണല്ലോ പറയുന്നത്. ഈ കുള്ളനായ എന്നെ നിങ്ങൾ എങ്ങനെ വിശ്വസിച്ചിട്ട് ഇത്രയധികം രൂപയുടെ സാധനങ്ങൾ കേരളത്തിലെ മാർക്കറ്റിലേക്ക് എനിക്ക് തന്നു എന്ന് ഞാൻ ഒരിക്കൽ അദ്ദേഹത്തിനോട് ചോദിക്കണ്ടായി. നമസ്കാരം. എൻ്റെ മുമ്പിൽ ഇന്നുള്ളത് വിവാദ വ്യവസായി എന്ന് നമ്മൾ വർഷങ്ങളായി കേൾക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ VM രാധാകൃഷ്ണൻ. സൂര്യ ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ് അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ കാലമായി നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് പല കാര്യങ്ങളും കേൾക്കുന്നു. അദ്ദേഹമാകട്ടെ ഒന്നും തുറന്ന് പുറത്തേക്ക് പറഞ്ഞിട്ടുമില്ല. ഇതാദ്യമായിട്ടായിരിക്കണം VM രാധാകൃഷ്ണൻ ഇത്രയും നീണ്ട ഒരു അഭിമുഖം കൊടുക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നത് മുഴുവൻ നെഗറ്റീവായ ഒരുപാട് അഭിപ്രായങ്ങളാണ്. ഒരു പവർ ബ്രോക്കറാണ് അദ്ദേഹം, രാഷ്ട്രീയ ദല്ലാളാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നു. മലബാർ സിമൻസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കേൾക്കുന്നു, ശശീന്ദ്രൻ വധക്കേസിൽ പ്രതിയാണെന്ന് കേൾക്കുന്നു. പക്ഷേ ഇതിനെല്ലാം അപ്പുറത്തേക്കുള്ള മറ്റൊരു മനുഷ്യൻ കൂടിയുണ്ട്, നമ്മളാരും അറിയാത്തൊരു വ്യക്തിത്വം. വളരെ യാതൊരു വിധത്തിലുള്ള കുടുംബ പാരമ്പര്യവും ഇല്ലാത്ത ഒരു വ്യക്തി ഒരു വ്യവസായിയായി വളർന്നു വരികയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു, ആദ്യകാലത്ത് യുക്തിവാദി പ്രവർത്തകനായിരുന്നു, ശാസ്ത്ര പ്രചാരകനായിരുന്നു. അങ്ങനെ ഇപ്പോഴും അദ്ദേഹം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഒരു വശം മാത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ശ്രീ VM രാധാകൃഷ്ണൻ ഞാൻ ആദ്യമായി ഈ ഇതിലേക്ക് സ്വാഗതം ചെയ്യാണ്. സ്വാഗതം രാധാകൃഷ്ണൻ. ആദ്യമായി തന്നെ എങ്ങനെയാണ് ഒരു വ്യവസായ മേഖലയിലേക്ക് വരുന്നത്? അങ്ങനെ ഒരു കുടുംബ പശ്ചാത്തലങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്തു നിന്നാണല്ലോ വരുന്നത്. ഒരു വ്യാപാരിയോ വ്യവസായിയോ ആയി മാറാനുള്ള ഒരു കുടുംബ പശ്ചാത്തലം എനിക്കുണ്ടായിരുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. ഒരു പോസ്റ്റൽ ജീവനക്കാരൻ്റെ മകനായാണ് എൻ്റെ ജനനം. അമ്മയ്ക്ക് വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അച്ഛൻ്റെ വരുമാനത്തെ ആശ്രയിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന 5 മക്കളെ അടങ്ങുന്ന ഒരു കുടുംബം. അതിനകത്ത് നിന്ന് ഈ വ്യാപാര വ്യവസായ മേഖലകളിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളത് അതൊരു യാദൃച്ഛികതയായിരുന്നു, ഒരാവശ്യം കൂടിയായിരുന്നു. നന്നായി ജീവിക്കാൻ കഷ്ടപ്പാടുകൾക്കിടയിൽ നിന്ന് ആ അനുഭവങ്ങളിൽ നിന്ന് കുറേ കൂടി മെച്ചപ്പെട്ടൊരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഒരു മേഖല എന്നുള്ള നിലക്ക് കച്ചവടത്തിലെത്തിപ്പെട്ടാണ്. വേറെ വലിയ ലക്ഷ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിൽ ആ കച്ചവടം നന്നായി നടത്താനും അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സഹായിച്ച ധാരാളം പേരുകളുണ്ട്. നാട്ടുകാരായ പലരുണ്ട്, സുഹൃത്തുക്കളായ പലരുണ്ട്. സൗഹൃദത്തിലുപരി എന്നോടൊരു കരുതൽ കരുതി, എന്നോടൊരു സ്നേഹം കരുതി, ഞാൻ നന്നാകട്ടെ എന്ന് കരുതി എന്നെ സഹായിച്ച ധാരാളം വ്യക്തിത്വങ്ങൾ കേരളത്തിലുണ്ട്, എൻ്റെ ഗ്രാമത്തിലുണ്ട്. അവരുടെയൊക്കെ സഹായത്തോടു കൂടി ഒരു വ്യവസായിയായി മാറി എന്ന് പറയുന്നതാണ് ശരി. നമുക്ക് ആദ്യം അങ്ങയുടെ ബാല്യത്തിലേക്ക് കടക്കാം. എവിടെയായിരുന്നു വീടും ഒക്കെ? എങ്ങനെയാണ് നമ്മൾ ചെറുപ്പത്തിൽ കാലങ്ങളിലൊക്കെ ആ ഓർമ്മകളൊന്ന് പങ്കുവെക്കാൻ പറ്റും? മലപ്പുറം ജില്ലയിലെ ചേങ്ങോട്ടൂർ എന്ന സ്ഥലത്താണ് എൻ്റെ ജനനം. മണ്ണഴി ചേങ്ങോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ജനനം. എൻ്റെ അമ്മ വീട് ചേങ്ങോട്ടൂരും എൻ്റെ അച്ഛൻ്റെ വീട് കോട്ടയ്ക്കൽ പാണ്ഡമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനടുത്ത് ആയിരുന്നു അച്ഛൻ്റെ വീട്. അച്ഛന് ജോലി കണ്ണൂർ എടക്കാട് പോസ്റ്റ് ഓഫീസിലായിരുന്നു. സ്കൂൾ വെക്കേഷനുകളിലൊക്കെ ഞങ്ങൾ കണ്ണൂർ പോയി താമസിക്കുമായിരുന്നു എടക്കാട്.
1-ാം ക്ലാസ് കാടാച്ചിറ സ്കൂളിൽ പോകാൻ, കണ്ണൂർ കാടാച്ചിറ സ്കൂളിൽ പോകാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. കുറച്ച് നാൾ നാട്ടിലായിരുന്നു. നാട്ടിൽ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ എൻ്റെ അമ്മയുടെ സഹോദരി, മൂത്ത സഹോദരിയും അവരുടെ ഭർത്താവും അധ്യാപകരായിട്ടുള്ള സ്കൂളിലായിരുന്നു പ്രാഥമിക എലിമെൻ്ററി സ്കൂൾ വിദ്യാഭ്യാസം. തുടർന്ന് അപ്പർ പ്രൈമറി സ്കൂൾ മറ്റൊരു സ്കൂളിലേക്കായിരുന്നു. അത് കഴിഞ്ഞ് ഹൈസ്കൂൾ എന്ന് പറയുന്നത് ചാപ്പനങ്ങാടിയിലുള്ള PMS ഹൈസ്കൂൾ ചാപ്പനങ്ങാടിയിലായിരുന്നു ഹൈസ്കൂൾ വിദ്യാഭ്യാസം. തുടർന്ന് മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ വിദ്യാഭ്യാസം. ആ കാലം കൂടി ഒന്ന് പറയും, ഏത് കൊല്ലായിരുന്നു? എൻ്റെ ജനനം 1957 ഡിസംബറിലാണ് എൻ്റെ ജനനം. വിദ്യാഭ്യാസം ഒരു ഹൈസ്കൂളിലെ കാലഘട്ടമാണ്, വർഷം കൃത്യമായിട്ട് പറയാൻ കഴിയുന്നത്. 69 മുതൽ 72 വരെ ഹൈസ്കൂളിലായിരുന്നു. 72-ന് ശേഷമായിരുന്നു കോളേജ് വിദ്യാഭ്യാസം. ഇതാണ് പഠനകാലത്തെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മകൾ. ദീർഘകാലം ഇടതുപക്ഷ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഒരു അനുഭവങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതലൊക്കെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയായ KSF, കേരള സ്റ്റുഡൻസ് ഫെഡറേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനിടയായി. അതിന് കാരണം മലപ്പുറം ജില്ലയിൽ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അഥവാ CPMന് സ്വാധീനമുണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു, അല്ലെങ്കിൽ ഒരു വാർഡായിരുന്നു, പഞ്ചായത്ത് വാർഡായിരുന്നു എൻ്റെ പ്രദേശം. എൻ്റെ ബന്ധുക്കൾ നേരത്തെ സൂചിപ്പിച്ച എൻ്റെ മാതൃ സഹോദരി ഭർത്താവ് ഒരു അധ്യാപക യൂണിയൻ്റെ നേതാവായിരുന്നു. മറ്റൊരു ബന്ധുവായിരുന്ന പരേതനായ PV കൃഷ്ണൻ നായർ, അദ്ദേഹം KPT യൂണിയൻ എന്ന കേരള പ്രൈവറ്റ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ എന്ന അധ്യാപക സംഘടനയുടെ, അതായത് ഇടത് CPM അനുകൂല അധ്യാപക സംഘടനയുടെ ആദ്യ സംസ്ഥാന ട്രഷററായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ കുടുംബത്തിൽ ഇടത് ബന്ധമുള്ള അല്ലെങ്കിൽ ഇടത് പ്രവർത്തകരായ ആളുകൾ എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇടത് വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഇവരെല്ലാവരും ഇടതിൻ്റെ പ്രവർത്തകരാണ്, അതാണ് ശരിയെന്നുള്ള നിലയ്ക്ക് ഇടത് വിദ്യാർത്ഥി സംഘടനയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. മലപ്പുറം കോളേജിൽ എത്തിയപ്പോഴും ഇതേ ബന്ധം തുടർന്നു. അക്കാലത്തെ പ്രമുഖ നേതാക്കളായിരുന്നു C. ഭാസ്കരൻ, ദേവദാസ് പൊറ്റേക്കാട് തുടങ്ങിയ ആളുകളൊക്കെയാണ് അന്നത്തെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ. പിന്നീടാണ് ഈ KSF SFI ആയി മാറുന്നത്. അങ്ങനെ ഇതായിരുന്നു. ഒരു വൈരുദ്ധ്യാത്മക ഭൗതികവാദം പഠിച്ചിട്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചിട്ടൊന്നുമല്ല ഞാൻ ഈ സംഘടനയിൽ എത്തിപ്പെടുന്നത്. സംഘടനയിൽ എത്തിയ ശേഷം ഇത്തരം പ്രവർത്തനങ്ങളിലേക്കൊക്കെ അല്ലെങ്കിൽ ഇത്തരം പഠനങ്ങളിലേക്ക് അതിൽ വിദ്യാർത്ഥി ജീവിതകാലത്തുള്ള പഠന ക്ലാസ്സുകളിലും കാര്യങ്ങളൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞു. പിന്നീട് വളരെ കുറച്ച് കാലം ഒരു സ്കൂളിൽ ചെയ്തിരുന്ന AUPS മണ്ണഴി എന്ന് പറഞ്ഞ വിദ്യാലയത്തിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് ഞാൻ കേരള യുക്തിവാദി സംഘവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിച്ചിരുന്നു. ഇത് KPT യൂണിയൻ എന്ന് പറഞ്ഞ അധ്യാപക സംഘടനയിൽ പ്രവർത്തിച്ചിരുന്നു. അതിൻ്റെ സംസ്ഥാന കൗൺസിലിൽ പ്രവർത്തിക്കാനിടയായി. കേരള യുക്തിവാദി സംഘത്തിൻ്റെ അന്ന് സഖാവ് പവനൻ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന സംഘടന, സഖാവ് കലാനാഥൻ മാഷ് ജനറൽ സെക്രട്ടറി ആയിരുന്ന സംഘടന, അതിൻ്റെ സംസ്ഥാന കൗൺസിലുണ്ടായിരുന്നു, അതിൻ്റെ ജില്ലാ എക്സിക്യൂട്ടീവിലുണ്ടായിരുന്നു. ജില്ലയിൽ വളരെ കാര്യമായി മലപ്പുറം ജില്ലക്കകത്ത് പ്രവർത്തിച്ചിരുന്നു. അക്കാലത്തൊക്കെ യുക്തിവാദി സംഘം പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ വലിയ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് ഞാനും എൻ്റെ സുഹൃത്ത് ശിവശങ്കരനും ചേർന്ന് എൻ്റെ നാട്ടിൽ ഈ കേരള യുക്തിവാദി സംഘത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിച്ച് അക്കാലത്തെ യുക്തിവാദി സംഘത്തിൻ്റെ പ്രമുഖ നേതാക്കളായിരുന്ന കല്ലംകോടം കുഞ്ഞി സാഹിബ്, K. അബ്ദുള്ളലി മാഷ്, പ്രേമാനന്ദ്, അതുപോലെ MBK ചിറക്കൽ തുടങ്ങിയിട്ട് അക്കാലത്തെ ഒരുവിധം പ്രാമാണികരായ യുക്തിവാദി സംഘ നേതാക്കളെ മുഴുവൻ ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ നാട്ടിലും അയൽ നാട്ടിലൊക്കെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചിട്ടുണ്ട്, പരിപാടികളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ധാരാളം വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. എന്തിനേറെ ഒരു പൊതുയോഗത്തിൽ അവസാന നിമിഷം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഇടപെടൽ വഴിയാണ് കല്ലേറിനെ കുറിച്ച് സൂചന കിട്ടുകയും കല്ലേറ് തുടങ്ങിയ ഉടനെ ഞാൻ അബ്ദുള്ളലി മാഷയും ചിറക്കലിനെയും കുഞ്ഞി സാഹിബിനെ എല്ലാം കൂട്ടിയിട്ട് മതിലിയാടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. മണ്ണഴി കോട്ടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് അക്കാലത്തൊക്കെ നമുക്ക് അവിടെ വൈദ്യുതി വിളക്കില്ല, പെട്രോമാക്സിൻ്റെ വെളിച്ചത്തിലായിരുന്നു പൊതുയോഗം നടത്തിയിരുന്നത്. ഇവിടെ പ്രസംഗം കത്തിക്കയറി മുന്നോട്ട് പോകുമ്പോൾ പ്രേമാനന്ദൻ്റെ മാജിക് പരിപാടി, അതായത് ഈ ദിവ്യാത്ഭുത അനാവരണ പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അതിനു മുൻപ് അലിമാഷ് സംസാരിച്ചിരുന്നു.
പിന്നെ എനിക്ക് മുഴുവൻ പേരുകൾ ഓർമ്മയില്ല. അന്നത്തെ ആ കാലത്തെ സജീവ പ്രവർത്തകരും ഉന്നത നേതാക്കളുമായിരുന്ന കേരള ആക്റ്റീവായ സംഘത്തിൻ്റെ പലരെയും ഞങ്ങളവിടെ കൊണ്ടുവന്ന് പ്രസംഗിക്കാൻ ക്ഷണിച്ചിട്ടുണ്ട്. പ്രസംഗത്തിന് അവർ പങ്കെടുത്തിട്ടുണ്ട്. അവരൊക്കെ ഭയപ്പാടോടു കൂടിയാണ് ആ കാലത്ത് മലപ്പുറം ജില്ലയിൽ വന്നിരുന്നത്. അന്നൊക്കെ ഹൈന്ദവ മതത്തെക്കുറിച്ച് വേണമെങ്കിൽ പറയാം, ഇസ്ലാം മതത്തെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ അബൂജാഹിലിൻ്റെ റോളാണ് നമുക്ക് പിന്നീട് ഉണ്ടാകുക. ജീവിതം അവിടെ തീരുമായിരുന്നു. പക്ഷേ എൻ്റെ അക്കാലത്തെ ചില ആത്മസുഹൃത്തുക്കളായ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന എൻ്റെ സഹോദര തുല്യം എന്നെ സ്നേഹിച്ചിരുന്ന ചില ആളുകളുടെ പിന്തുണ കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ സഹായം കൊണ്ടാണ് അന്ന് ജീവൻ നഷ്ടപ്പെടാതെ പോകാനിടയായത്. അവർക്ക് പ്രത്യക്ഷമായി എന്നെ സഹായിക്കാൻ കഴിയില്ലെങ്കിലും പരോക്ഷമായി രഹസ്യമായി നമുക്ക് വിവരങ്ങൾ തന്നിട്ടും അപകടത്തെ സൂചിപ്പിച്ചിട്ടും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഒരുക്കി തന്നും അവർ രക്ഷപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് ജീവനോടെ ഞാൻ നിങ്ങൾക്ക് മുൻപിലിരിക്കുന്നത്. അധികം ആർക്കും അറിയാത്തൊരു കാര്യമാണ്, രാധാകൃഷ്ണൻ ദീർഘകാലം അല്ലെങ്കിൽ കുറഞ്ഞ കാലമെങ്കിലും അധ്യാപകനായിരുന്നു ഉള്ളത്. ആ കാലമൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? മലപ്പുറം ജില്ലയിലെ ചേങ്ങോട്ടൂർ മണ്ണഴി കോട്ടപ്പുറം എന്ന സ്ഥലത്ത് CPMൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പരേതനായ ശ്രീ ഉമ്മർ മാസ്റ്റർ പ്രധാന അധ്യാപകനായിരുന്ന സ്കൂളിലായിരുന്നു ഒരു 2 ചില്ലാൻ കൊല്ലം ഞാൻ പ്രവർത്തിച്ചത്. ആ കാലഘട്ടത്തിലാണ് അധ്യാപക യൂണിയനിൽ സജീവമായിട്ട് പ്രവർത്തിച്ചത്. ഇടത് സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ എന്നാലാവും വിധം സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു. കുടുംബത്തിൽ നിന്നുള്ള അംഗങ്ങളുടെ സഹായവും പ്രോത്സാഹനമൊക്കെ ഉണ്ടായിരുന്നു. അതും ഒരു കാരണമാണ്. ആ ചുരുങ്ങിയ കാലം കഴിഞ്ഞ് ആ പ്രവൃത്തി കാലത്താണ് ഒരു ഉൾവിളിയെന്നോ അതല്ലെങ്കിൽ അക്കാലത്തൊക്കെ നാട്ടിലിറങ്ങുന്ന ഗൾഫുകാരൻ്റെ ആർഭാടവും ആഘോഷവും ഗരീമയൊക്കെ കണ്ടപ്പോൾ ഗൾഫിലേക്ക് ഒരു ചാട്ടം ചാടാൻ തോന്നി. അങ്ങനെ അവിടുന്നാണ് നാട്ടിലുള്ള എൻ്റെ സുഹൃത്തായ ശ്രീ AN ഹംസയുടെ സഹായത്തോടു കൂടി, അദ്ദേഹത്തിൻ്റെ ബ്രദറിനുള്ള മരക്കാരാണ് AP ആറങ്കോട്ട് പുത്തൻവീട് മരക്കാർ, ഇന്ന് അദ്ദേഹം ഇല്ല, മരണപ്പെട്ടു പോയി. അദ്ദേഹമാണ് എന്നെ ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നീട് അങ്ങോട്ട് ഒരു 2.5 വർഷം പ്രവാസ ജീവിതമായിരുന്നു. സാധാരണ ഈ ഒരു അധ്യാപക ജോലി എന്നൊക്കെ പറഞ്ഞൊരു സുരക്ഷിതമായ ജോലിയാണല്ലോ കണക്കാക്കുക. അത് ഒഴിവാക്കിക്കൊണ്ട് സാധാരണ ബിസിനസ് മേഖലയിലേക്കോ അല്ലെങ്കിൽ ഗൾഫ് മേഖലയിലേക്കോ പോകാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്കാലത്ത് 385 രൂപയായിരുന്നു ഒരു അധ്യാപകൻ്റെ ശമ്പളം. പ്രതിമാസ ശമ്പളം 385 രൂപ. 1982 82. അതേസമയം അന്ന് പിന്നെ തീരെ വിദ്യാഭ്യാസം കുറഞ്ഞവരോ വിദ്യാഭ്യാസം പൂർണ്ണമായി ഇല്ലാത്തവരോ ഒക്കെ ആയ ആളുകൾ എന്ത് ജോലിയാണെന്ന് നമ്മൾ അറിയുന്നില്ല. പക്ഷേ ഗൾഫിൽ പോയി മടങ്ങി വരുന്ന അവരെ കാണുമ്പോൾ അസൂയ തോന്നുമായിരുന്നു. കാരണം അവർ വിമാനത്തിൽ കയറിയിട്ടാണ് വരുന്നത്, അവർ ടിക്കറ്റ് എടുക്കുന്നത്, ഓക്കെ ആക്കുന്നത്, അല്ലെങ്കിൽ വിമാനയാത്രാ വിശേഷങ്ങൾ പങ്കുവെക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ 4 ചക്ര വാഹനത്തിൽ നിന്ന് ഇറങ്ങിയ നേരമില്ല, അവർ വിരുന്നിന് പോകുന്നത്, അവരുടെ ധരിക്കുന്ന വസ്ത്രം, ഇതെല്ലാം കാണുമ്പോൾ ആ പ്രായത്തിൽ നമുക്ക് അതിനോടൊരു കൊതിയും ആഗ്രഹവും തോന്നിയത് എന്നെപ്പോലെ ആ പ്രായത്തിലുള്ള എല്ലാവർക്കും ആ ആഗ്രഹവും കൊതിയും തോന്നി കാണും. എനിക്കും ആ ആഗ്രഹവും കൊതിയും തോന്നിയതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു പ്രവാസ ജീവിതം നയിക്കാൻ പുറത്തേക്ക് പോകാൻ ശ്രമിച്ചത്. അന്ന് എത്രയായിരുന്നു രാധാകൃഷ്ണൻ്റെ പ്രായം? പിന്നെ എങ്ങനെയാണ് ആ ഗൾഫിലെ പ്രവാസ അനുഭവങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു? ഞാൻ ഗൾഫിലേക്ക് പോയത് എനിക്ക് തോന്നുന്നത് ഒരു 27 വയസ്സിലോ 29 വയസ്സായി കാണും എന്നാണ് എൻ്റെ ഓർമ്മ. 84 അവസാനം, 1984 അവസാനം 85 ആദ്യത്തിലാണ് ഞാൻ ഗൾഫിലേക്ക് പോകുന്നത്. 1987 വരെ മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. അവിടെ ചെന്നപ്പോഴാണ് പ്രവാസ ലോകത്തിൻ്റെ യഥാർത്ഥ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നത്. ഈ നാട്ടിൽ ധാരാളിത്തം കാണിച്ചിരുന്ന, അല്ലെങ്കിൽ നാട്ടിൽ നമ്മളൊക്കെ അസൂയയോടുകൂടി നോക്കിയിരുന്ന പലരും അവിടെ ദുബായ് പോർട്ടിൽ, അല്ലെങ്കിൽ അറബികളുടെ വീടുകളിൽ, അല്ലെങ്കിൽ കടകളിൽ, ഇവിടെയൊക്കെ കഠിനമായ തൊഴിലെടുത്തിട്ടാണ് അവർ മുഴുവൻ നാട്ടിലേക്ക് ഈ സമ്പാദ്യവുമായി 2-3 വർഷം കൂടുമ്പോൾ വരുന്നത്. അവരിൽ പലരും ലോഞ്ചിന്, അതായത് യാത്രാരേഖകളില്ലാതെ കള്ളത്തരത്തിൽ ദുബായിൽ എത്തിപ്പെട്ടവരാണ്.
പിന്നീട് പാസ്പോർട്ടും രേഖകളും ശരിയാക്കി നാട്ടിൽ വന്നവരാണ്. അവരുടെ ജോലിയുടെ കാഠിന്യം, അവരുടെ വിഷമങ്ങൾ, അവർ അവിടെ അനുഭവിക്കുന്ന യാതനകളൊക്കെ അവിടെ പോയപ്പോഴാണ് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനിടയിൽ ഒരു ജോലി കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. അക്കാലത്തൊക്കെ ഒരു വിസ സമ്പാദിക്കുക എന്നുള്ളത്, നേരിട്ടുള്ള ഒരു വിസ സമ്പാദിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായിരുന്നു. ഇങ്ങനെ തൊഴിലിന് വേണ്ടി പല ഇൻ്റർവ്യൂവിന് പോകുന്നു, പല ജോലികൾക്ക് പോകുന്നു. അക്കാലത്തൊക്കെ ഈ തൊഴിൽ വിസയിൽ അത് വന്ന ആളുകൾ അവരുടെ കുടുംബത്തെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഫാമിലി വിസയിൽ ജോലി കൊടുക്കാൻ കഴിയുമായിരുന്നു അവർക്കായിരുന്നു പലയിടത്തും മുൻഗണന. ഒടുവിൽ മറ്റൊരു ജോലി, കൊള്ളാവുന്ന ഒരു ജോലി കിട്ടാൻ വിഷമമായപ്പോഴാണ് എനിക്ക് വിസ സമ്പാദിച്ചു തന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയ മരക്കാർ, അദ്ദേഹത്തിന് അവിടെ സൂപ്പർ മാർക്കറ്റായിരുന്നു, വലിയൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം വാസ്തവത്തിൽ എന്നെ എൻഗേജ് ചെയ്യാൻ വേണ്ടി, എനിക്കൊരു തൊഴിൽ തരാൻ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു ബ്രാഞ്ച് ആരംഭിക്കുകയും അതിൻ്റെ ചുമതലക്കാരനായി എന്നെ നിയോഗിക്കുകയുണ്ടായത്. അദ്ദേഹം ഒരു ബ്രാഞ്ച് ആരംഭിക്കുന്നു. ആ ബ്രാഞ്ചിൻ്റെ പൂർണ്ണ ചുമതല എന്നെ ഏൽപ്പിക്കുന്നു. വാസ്തവത്തിൽ ബിസിനസ് എന്താണെന്നുള്ള പ്രാഥമിക പാഠം ശ്രീ മരക്കാരൻ്റെ സൂപ്പർ മാർക്കറ്റിൽ, അതായത് ജോലി കിട്ടും വരെ അദ്ദേഹത്തിൻ്റെ സൂപ്പർ മാർക്കറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്, എപ്പോഴും സമയം ചെലവഴിച്ചിരുന്നത്. അങ്ങനെയും തുടർന്ന് എന്നെ ഈ ചുമതല ഏൽപ്പിച്ചപ്പോൾ അത് നടത്താൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന അധ്വാനം, അല്ലെങ്കിൽ പഠനം, പ്രായോഗിക പരിചയം, അതാണ് എൻ്റെ ആദ്യത്തെ കച്ചവട പാഠം, അല്ലെങ്കിൽ കച്ചവടത്തിൻ്റെ പ്രൈമറി സ്കൂൾ എന്ന് പറയുന്നത് അതാണ്. കച്ചവടത്തിൻ്റെ ടെക്നിക്സ് ഒക്കെ പഠിച്ച ഗൾഫിൽ നിന്നാന്ന് പറഞ്ഞല്ലോ, അതിന് 1-2 ചെറിയ ഉദാഹരണങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? നമ്മൾ കച്ചവട രംഗത്ത് എൻഗേജ് ആയി കഴിഞ്ഞാൽ അതിൽ പരിചിതരായ, അല്ലെങ്കിൽ കച്ചവടം നടത്തുന്ന അവരുടെ അടിസ്ഥാന വിദ്യാഭ്യാസമൊന്നും ഘടകമല്ല, അതിന് MBA എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവരിൽ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാകും. ഞാൻ ബാംഗ്ലൂർ വെച്ച് ഒരു അനുഭവം പറഞ്ഞാൽ, 5ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരു ആലിക്കുട്ടി സാഹിബ്, താനൂർ സ്വദേശി, അദ്ദേഹത്തിൻ്റെ സൂപ്പർ കഫേ എന്ന് പറഞ്ഞ് ബാംഗ്ലൂർ ലാൽബാഗിൻ്റെ പരിസരത്ത് മിനർവ സർക്കിളിനടുത്ത് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു. കുറച്ച് നാൾ കാഷ്യറായിട്ട് ഞാനവിടെ പ്രവർത്തിച്ചു. അദ്ദേഹം ഒരു ജോലി തന്നു. വൈകുന്നേരങ്ങളിൽ എനിക്ക് കാഷ്യറായിട്ട് അവിടെ ജോലി ചെയ്യായിരുന്നു. ആ കാഷ്യറായി ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ഉപദേശത്തെ വളരെ നിസ്സാരമായിട്ടും തമാശയായിട്ടും തോന്നാം, പക്ഷേ ഞാനതൊന്ന് പറയുകയാണ്, എനിക്കൊരു വലിയ പാഠം തോന്നിയാണ്. ക്യാഷിൽ അദ്ദേഹം പറയും, ഒരു കസ്റ്റമർ വരുമ്പോൾ പോലും നമ്മൾ ഈ ക്യാഷിനകത്ത് ഉള്ള നിങ്ങളുടെ കസാരയിൽ ഇരിക്കരുത്. ഇരുന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കസ്റ്റമർ അങ്ങ് അകത്തോട്ട് കയറുന്ന ആ നിമിഷം ചാടി എണീക്കണം. അയാൾ ഒരു കാലിച്ചായ കുടിക്കാൻ വന്നതായിരിക്കാം, പൊറാട്ടയും ചാപ്സും കഴിക്കാൻ വന്നതായിരിക്കാം, പൊറാട്ടയും ബീഫും കഴിക്കാൻ വന്നതായിരിക്കാം, പക്ഷേ നിങ്ങൾ അദ്ദേഹത്തെ കണ്ട ഉടനെ എണീറ്റ് നിന്ന് ബഹുമാനിക്കുകയാണ്. അതാണ് ഒരു കർത്തവ്യം. രണ്ടാമത്, ഈ വരുന്ന ആൾ നിങ്ങൾക്ക് ഒരു പരിചയവും കാണില്ലായിരിക്കാം, അദ്ദേഹത്തിൻ്റെ പേരറിയില്ലായിരിക്കാം, അദ്ദേഹം ആരാന്നറിയില്ല, അദ്ദേഹം പിച്ചക്കാരനാണോ, അല്ലെങ്കിൽ റൗഡിയാണോ, അല്ലെങ്കിൽ കൂലിപ്പണിക്കാരനാണോ, അല്ലെങ്കിൽ പരിസരത്തെ കടയുടെ ഉടമയാണോ, ഇതൊന്നും നിർബന്ധമില്ല. ആരോ ആകട്ടെ, വന്ന ആൾ റെസ്റ്റോറൻറ്റിനകത്ത് കയറിയ ഉടനെ നിങ്ങളൊരു വെയിറ്ററെ വിളിക്കുകയാണ്. വെയിറ്ററെ വിളിച്ച ഉടനെ വെയിറ്ററോട് പറയാം, ഭാസ്കര, അതെങ്കിൽ മൊയ്തീനെ, സാറ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ ആളെ ഒന്ന് അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ, കാലിച്ചായ കുടിക്കാൻ വരുന്ന ആൾ ഒരു പഴംപൊരിയും വടയും കൂടെ ചിലപ്പോൾ കഴിച്ചേക്കും, അതല്ലെങ്കിൽ ഒരു ബീഫും അല്ലെങ്കിൽ പൊറാട്ടയും കഴിച്ചേക്കാം. നിങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത് വഴി അദ്ദേഹത്തിന് പുറത്തുനിന്ന് കിട്ടാത്ത ഒരു ആദരവാണ് നിങ്ങൾ കൊടുക്കുന്നത്. അത് നമ്മുടെ കച്ചവടത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കും. വീണ്ടും നമ്മളെ സ്ഥാപനത്തിൽ വരാൻ, അയാളെ നമ്മളെ ക്ലയൻ്റാക്കി മാറ്റാൻ, സ്ഥിരമായി ആ പരിസരത്തൊരു ചായക്ക് പോകുമ്പോൾ അത് നമ്മളെ ഹോട്ടലിലേക്ക് തന്നെ വരാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കലായിട്ട് മാറും. ഇത്തരത്തിൽ വേണം നമ്മളെ ക്ലയൻറ്റിനോട് പെരുമാറാൻ എന്ന് ആലിക്കുട്ടി സാഹിബ് പറഞ്ഞത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഇതുപോലെ ദുബായിൽ വെച്ചിട്ട് ശ്രീ മരക്കാരൊരു കാര്യം പറയുമായിരുന്നു. അവിടെ ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൻ്റെ പരിസരത്തൊക്കെ ധാരാളം ലോക്കൽ അറബികളുള്ളൊരു സ്ഥലമാണ്. അവരുടെ കുടുംബം വരും, സ്ത്രീകളും കുട്ടികളും കൂടി വന്നാൽ ഒരു നരനായാട്ടാണ്. കുട്ടികൾ ഷെൽഫിലിരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ അവർ താഴെ വലിച്ചിടുകയും പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാക്കും, നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത് വരും. അതിനോടൊക്കെ വളരെ സൗമ്യമായി സമീപിക്കണം. അതിലൊരു വേദന ഉണ്ടായിട്ട് അവരോട് പ്രതികരിക്കരുത്, ഇമോഷണലായിട്ട് പ്രതികരിക്കരുത് അദ്ദേഹം പറഞ്ഞു. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം,
ഇവരെന്തൊക്കെ വലിച്ചിട്ടാലും ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് കിട്ടുന്നത് ടോയ്സിൽ നിന്നാണ്. അതായത് 100%, 200% ലാഭമാണ് ടോയ്സിൻ്റെ മുകളിൽ ലാഭം ഇട്ടിട്ടാണ് ഇത് വിൽക്കുന്നത്. അതേസമയം ഭക്ഷണ സാധനങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ ഇതിനൊക്കെ വളരെ തുച്ഛ മാർജിനാണ്. കാരണം കോമ്പറ്റീഷൻ ഉണ്ട്. നമ്മുടെ കടയിലെ വിലയും അടുത്തുള്ളവൻ്റെ കടയുടെ വിലയും തമ്മിൽ താരതമ്യം ചെയ്തിട്ടായിരിക്കും ഇവർ പഞ്ചസാര വാങ്ങിക്കുന്നതും പരിപ്പ് വാങ്ങിക്കുന്നതും അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കുന്നതൊക്കെ. അതുകൊണ്ട് അതിൻ്റെയൊക്കെ വില നമ്മൾ നിശ്ചയിക്കുന്നത് വളരെ നേരിയൊരു മാർജിനിലാണ്. അതേസമയം ഈ ടോയ്സിൻ്റെയൊക്കെ മാർജിൻ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ കച്ചവടം നടന്ന് ഇതിൽ വരാവുന്ന വളരെ നോമിനലായ പ്രോഫിറ്റും അതേസമയം മറ്റവർ ഉപദ്രവം നടത്തിയിട്ട് നഷ്ടപ്പെടുത്തിയ സാധനങ്ങളുടെ വിലയൊക്കെ പോകാൻ നേരത്ത് കുട്ടികളുടെ കരച്ചിൽ സഹിക്കാൻ വയ്യാതെ ഈ ലോക്കൽ അറബിയുടെ ഭാര്യയും അല്ലെങ്കിൽ പെങ്ങളോ കുട്ടികളോ ആരാണെന്ന് വെച്ചാൽ അവർ ബില്ലാക്കി വരുമ്പോൾ നമുക്കിത് ഒരു ശരാശരി നോക്കുമ്പോൾ ലാഭത്തിൽ കലാശിക്കും. അതുകൊണ്ട് അവർ വലിച്ചെറിഞ്ഞ സാധനങ്ങൾ ഒരിക്കലും ഉപേക്ഷിച്ച് ആ ലോക്കൽ അറബി പോകില്ല. അവർ നിർബന്ധമായിട്ടും അതിൻ്റെ പണം തന്നേ പോകും. നമുക്ക് അതിൽ നിന്ന് മുതലാകും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അതിനോട് ഇമോഷണലായിട്ട് പ്രതികരിക്കരുതെന്ന് മരക്കാർ പറഞ്ഞു. ഇന്നും എൻ്റെ ഓർമ്മയിലാണ്. ഒരു ചെറിയ ട്രിക്ക്, അതിൻ്റെ ഭാഗമായിട്ട് ആ കച്ചവടം നല്ല നിലയ്ക്ക് കൊണ്ടു കിടക്കാനും കഴിഞ്ഞിരുന്നു. പിന്നീട് എപ്പോഴാണ് പ്രവാസ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വരണം തോന്നിയതും എങ്ങനെയാണ് നാട്ടിലെത്തുന്നതും? ഇവിടെ ആദ്യമായിട്ട് തുടങ്ങിയ സംരംഭം എന്തായിരുന്നു? വളരെ ചുരുങ്ങിയ ഒരു കാലം മാത്രമേ എനിക്ക് പ്രവാസ ജീവിതം ഉണ്ടായിട്ടുള്ളൂ. കഷ്ടി 2.5 വർഷം. അങ്ങനെ ഒരു 2 വർഷമൊക്കെ ആയപ്പോഴത്തേക്ക് മനമെടുപ്പ് തോന്നി. നാട്ടിലേക്ക് തിരിച്ചു വരുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വളരെ ആദരപൂർവ്വം മാത്രം ഓർക്കാൻ കഴിയുന്ന മരക്കാർ, AP മരക്കാർ, അദ്ദേഹം ദീർഘനാളായിട്ട്, അദ്ദേഹം വളരെ വർഷങ്ങൾക്ക് മുൻപ് അവിടെ ഗൾഫിൽ എത്തിപ്പെട്ട ആളാണ്. അദ്ദേഹം ദീർഘനാളായി നാട്ടിൽ ഒരു വ്യവസായ സ്ഥാപനം അല്ലെങ്കിൽ വലിയ തോതിലുള്ളൊരു വ്യാപാര സ്ഥാപനം തുടങ്ങാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ആളായിരുന്നു. അതിന് ഉത്തരവാദപ്പെട്ട ഒരാളെ, വിശ്വസ്തനായ ഒരാളെ അദ്ദേഹത്തിന് ആവശ്യമായിട്ടുണ്ടായിരുന്നു. എൻ്റെ ചുരുങ്ങിയ കാലത്ത് അദ്ദേഹവുമായിട്ടുള്ള ബന്ധം, അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ നിയോഗം, ആ ചുമതല എന്നിൽ ഏൽപ്പിക്കാൻ തയ്യാറായി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നാട്ടിൽ പോകുമ്പോൾ നമുക്ക് നാട്ടിൽ ആരംഭിക്കാൻ പറ്റിയ ഒരു വ്യവസായ സ്ഥാപനം കണ്ടുപിടിക്കുക. നമുക്ക് അങ്ങനെ ഒരു വ്യവസായ സ്ഥാപനം വളരെ വൈകാതെ തുടങ്ങണം. എനിക്കും വളരെ നാൾ കഴിയുന്നതിന് മുൻപ് നാട്ടിൽ വന്ന് സെറ്റിലാകണമെന്നുണ്ട്. ദീർഘനാൾ ഇനി ഇവിടെ തുടരാൻ എനിക്ക് ആഗ്രഹമില്ല. അതിൻ്റെ മുന്നോടിയായി നിങ്ങൾ പോയി നല്ലൊരു വ്യവസായ സ്ഥാപനം സെറ്റപ്പ് ആക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹമാണ് എന്നെ വാസ്തവത്തിൽ ആ ചുമതല ഏൽപ്പിക്കുന്നത്. അങ്ങനെ നാട്ടിൽ വരുന്നു, അന്വേഷണങ്ങൾ നടത്തുന്ന ഭാഗമായിട്ട് അന്നൊക്കെ നമ്മുടെ നാട്ടിൽ പ്ലാസ്റ്റിക് വ്യവസായം ആരംഭിക്കുന്നതേ ഉള്ളൂ. പ്ലാസ്റ്റിക് വ്യവസായം എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ബാഗുകൾ, ബ്രെഡ് പാക്ക് ചെയ്യുന്ന ബാഗ്, തുണിക്കടകളിൽ, ഈ ടെക്സ്റ്റൈൽ ഷോപ്പുകളിലൊക്കെ നമ്മൾ കാണുന്ന ഷോപ്പിംഗ് ബാഗ്, അതെ 87 മധ്യത്തിൽ എന്ന് പറയാം, 87 തുടക്കത്തിലാണ്. അക്കാലത്തൊന്നും ഈ നാട്ടിൽ അങ്ങനെ ഒരു വ്യവസായം ഇല്ല. കാരണം ഇവിടെ വരുന്നത് മുഴുവൻ അത് മദ്രാസിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നുമായിരുന്നു ഈ പ്രൊഡക്റ്റുകൾ മുഴുവൻ വന്നിരുന്നത്. പേരിനൊരു സ്ഥാപനം, ഈ ബ്രെഡുകളുടെ പാക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പേരിനൊരു സ്ഥാപനം എൻ്റെ ഓർമ്മയിൽ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ഏഷ്യൻ പാക്കേജിങ്ങും എന്നോ മറ്റോ പേരുള്ള ഒരു സ്ഥാപനം മാത്രം. ബാക്കി വേറെ ഒരു മാനുഫാക്ചർ ഇവിടെ ഇല്ലായിരുന്നു. ആ ഘട്ടത്തിൽ ഇത് തരക്കേടില്ലാത്തൊരു സ്ഥാപനമായിരിക്കും. ഇപ്പോൾ ഗൾഫിലാണെങ്കിൽ ഇതിനെ കീസ് എന്ന് പറയും. ഈ ബാഗിന് എല്ലാ കാര്യങ്ങളും കീസിലാണ് അവർ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത്തരൊരു സംവിധാനം ഇവിടെ കൊണ്ടുവരുന്നത് നന്നായിരിക്കും എന്ന് തോന്നി. അതിനെക്കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിനുവേണ്ടി ബോംബെയിലും മറ്റു പലകളിലൊക്കെ യാത്ര ചെയ്ത് അതിൻ്റെ മെഷീനറി കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഈ വിവരം ഞാൻ അദ്ദേഹത്തിനോട് പറയുകയാണ്. അപ്പോൾ സാമാന്യം വലിയ മുതൽമുടക്കുണ്ട്, ലക്ഷങ്ങളുടെ മുതൽമുടക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒപ്പം പങ്കാളികളായിട്ട് അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവ് ഹംസ, അവരുടെ സുഹൃത്തായ കുഞ്ഞിമൂസ, ഈ ഹംസയുടെ തന്നെ, അതായത് ആ മരക്കാരുടെ തന്നെ ബന്ധുക്കളായ താനൂരിലുള്ള ഒരു യൂസഫ്, മജീദ്, ഇങ്ങനെ ഇവരുടെയൊക്കെ മറ്റൊരു സുഹൃത്തായ മലപ്പുറത്തുള്ള ഒരു മുഹമ്മദ്, ഇവരെല്ലാം കൂടെ ചേർന്ന് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഇവരൊക്കെയാണ് മുതലിറക്കിയത്. ഇവരെല്ലാവരും കൂടി ചേർന്ന് ആ വ്യവസായ സ്ഥാപനം ആരംഭിക്കാൻ തയ്യാറായി. അതിൻ്റെ പൂർണ്ണ ചുമതല എന്നെ ഏൽപ്പിച്ചു. ഞാൻ അതിൻ്റെ സ്ഥാപനം ഇൻസ്റ്റാൾ ചെയ്യാനുള്ളതായി. അതിൻ്റെ ഉദ്ഘാടനത്തെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ആ ഉദ്ഘാടന ചടങ്ങിലാണ് ഞാൻ ഒരുപക്ഷെ കൂടുതൽ അടുക്കുന്നതും പരിചയപ്പെടുന്നതും ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയൊക്കെ പരിചയപ്പെടുന്ന അവിടെ വെച്ചിട്ടാണ്.
അതായത് പരിചയപ്പെടുന്നതല്ല, ഒരു ബന്ധം എന്നുള്ള നിലക്ക് എന്നെക്കുറിച്ചൊരു മതിപ്പ് തോന്നാനും എനിക്ക് അദ്ദേഹത്തെക്കുറിച്ചും ഒരു അഭിപ്രായം തോന്നാനൊക്കെ ഉള്ള, ആദരവ് തോന്നാനൊക്കെ ഉള്ള ഒരു അവസരം അവിടെ വെച്ചുണ്ടാകുകയാണ്. അദ്ദേഹം ഉദ്ഘാടന ചടങ്ങിലുണ്ടായിരുന്നു. ശ്രീമതി KR ഗൗരിയമ്മ അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു. ആര്യാടൻ മുഹമ്മദ് സാഹിബ് ഉണ്ടായിരുന്നു. പിന്നെ വേറെയും പാലോളി മുഹമ്മദ് കുട്ടി സാഹിബ് ഉണ്ടായിരുന്നു. ഇങ്ങനെ പ്രബലരായ ഒരു പറ്റം ആളുകളുടെ സാന്നിധ്യത്തിലായിരുന്നു ആ വ്യവസായ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നടന്ന്. നാട്ടിലൊരു ആഘോഷമായിരുന്നു. എൻ്റെ മണ്ണഴി കോട്ടപ്പുറം വളരെ ആഘോഷപൂർവ്വമാണ് ആ ഉദ്ഘാടന ചടങ്ങിനെയും ആ ഫാക്ടറിയെയും വരവേറ്റത്. എൻ്റെ നാട്ടിലെ ആദ്യത്തെ വ്യവസായ സ്ഥാപനം അത്തരത്തിലുള്ള, മലപ്പുറം ജില്ലയിലെ തന്നെ അത്തരത്തിലുള്ള ആദ്യത്തെ വ്യവസായ സ്ഥാപനം, കേരളത്തിലെ തന്നെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വ്യവസായ സ്ഥാപനമായിരുന്നത്. നല്ല നിലക്ക് അത് പന്തലിക്കുകയും പിന്നീട് 4 or 5 യൂണിറ്റുകളായി മാറി. ഈ യൂണിറ്റിൽ ഞാൻ കുറച്ച് കാലമേ ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷമാണ് സ്വന്തം നിലക്കുള്ള ചെറിയ ചെറിയ വ്യാപാരങ്ങളിലൂടെ എൻ്റെ വ്യാപാര ജീവിതം ആരംഭിച്ചത്. എപ്പോഴാണ് പിന്നെ സ്വന്തമായി ഒരു സംരംഭം തുടങ്ങുന്നത്? ആദ്യത്തെ സംരംഭം എന്തായിരുന്നു? അതിൻ്റെ മൂലധനമൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ ഇവരുടെ ഈ ഹൈടെക് പ്ലാസ്റ്റിക് ഇൻഡസ്ട്രീസ് എന്ന വ്യവസായ സ്ഥാപനത്തിൽ നിന്ന് മാറി പിന്നീട് സ്വതന്ത്രമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിനെക്കുറിച്ച്, അതായത് ഒരു സാഹസമായിരുന്നു അതെന്ന് പറയാം. കാരണം വളരെ കുറച്ച് കാലത്തെ കച്ചവട അനുഭവം മാത്രമേ ഉള്ളൂ. അതായത് ഗൾഫിലുള്ള 2 or 2.5 വർഷത്തെ അനുഭവം, ഈ നാട്ടിൽ വന്ന് ഈ വ്യവസായ സ്ഥാപനം തുടങ്ങിയ ഒരു 1.5-2 വർഷത്തെ ആ അനുഭവം, ഈ അനുഭവം വെച്ച് ഒരു ചങ്കൂറ്റത്തോട് കൂടിയിട്ട് വല്ലാത്തൊരു എടുത്തിയാട്ടം തന്നെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയ രൂപത്തിലുള്ള ഒരു വ്യാപാര പരിപാടികളിലൊക്കെ ഏർപ്പെടാൻ അങ്ങനത്തെ ചങ്കൂറ്റത്തോടുകൂടി തയ്യാറാകുകയുണ്ടായത്. അതിന് സഹായിച്ചൊരു യൂസഫിനെ ഞാൻ സ്മരിക്കുന്നു, ഓർക്കുന്നുണ്ട്. അദ്ദേഹം താനൂരിലുള്ളതാണ്. ചെറിയ കാര്യങ്ങൾ ചെയ്തു. ചെറിയ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അക്കാലത്ത് ഈ ലാമിനേഷൻ പരിപാടികൾ, അതായത് ആധാരങ്ങൾ, മറ്റ് രേഖകൾ, ഇതൊക്കെ ലാമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കൗതുകമുള്ള ഒരു പുതിയ പരിപാടിയായിരുന്നു. കുറഞ്ഞ മുതൽ മുടക്കുള്ള ഒരു പരിപാടി. ലാമിനേഷൻ ആരംഭിക്കാൻ നോക്കി. പിന്നെ ഈ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അക്കാലത്തൊക്കെ അന്യനാടുകളിൽ നിന്നാണ് വാഹനം വരിക. പിന്നെ പ്രീമിയം കൊടുത്തിട്ടാണ് അക്കാലത്ത് നമ്മുടെ നാട്ടിൽ ജീപ്പും കാറുകളൊക്കെ, മാരുതി കാറൊക്കെ വരുന്നത്. ഇതിൻ്റെ ഇടനിലക്കാരനായിട്ട് നിൽക്കുക തുടങ്ങി കൊച്ചു കൊച്ചു കാര്യങ്ങൾ തുടക്കത്തിൽ ചെയ്ത ഒരു 2 or 2.5 വർഷം കാലങ്ങളിൽ ചെയ്ത, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതൊക്കെ വാസ്തവത്തിൽ ആദ്യത്തെ 1.5 വർഷത്തെ കാര്യങ്ങളൊക്കെ കട്ടപ്പുകയായിരുന്നു. കാരണം എൻ്റെ വൈഫിൻ്റെ പിന്നെ PF എന്നുള്ള ലോണ്, അവളുടെ കയ്യിലുള്ള ആഭരണം, വളരെ കുറച്ച് ആഭരണങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാം നമ്മൾ വിറ്റ് നാശമാക്കി. അത് മുഴുവൻ ഇതിനകത്ത് കലങ്ങിപ്പോയി. അതൊന്നും വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല, പരാജയമടഞ്ഞു. പിന്നീട് അങ്ങോട്ട് എന്നെ വളരെയധികം സഹായിച്ച, അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് എന്നെ വളരെയധികം സഹായിച്ചത് മദ്രാസിലൊരു കുടുംബമാണ്. അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിൻ്റെ മക്കൾ ഇന്നും എൻ്റെ കൂടെ ബിസിനസ്സിൽ പങ്കാളികളാണ്. ഹാജി ഫക്കീർ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിലുള്ള ഒരു ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ പല പ്രൊഡക്റ്റുകളുടെയും, ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റുകളുടെ ഒരു കമ്മീഷൻ ഏജൻ്റായി, അവരുടെ ഒരു റെസിഡൻറ്റ് റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് പിന്നീടുള്ള എൻ്റെ തുടക്കം. ആ റെസിഡൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്ന കാലത്ത് അവരുടെ പ്രൊഡക്റ്റ് കേരളത്തിലെ വ്യവസായശാലകളിലേക്ക് ഞാൻ കൊടുക്കുകയും അതിന് വ്യവസായശാലകളിലേക്ക് നൽകാൻ ആവശ്യമായ ക്രെഡിറ്റ് അദ്ദേഹം കണ്ണടച്ചെനിക്ക് നൽകുകയുണ്ടായത്. ഞാൻ പിൽക്കാലത്ത് പലപ്പോഴും അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്നെ എങ്ങനെ വിശ്വസിച്ചു എന്ന്. ഞാൻ തന്നെ തമാശയായി ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനോട്, കള്ളന്മാരെ നമ്പിയാലും കുള്ളന്മാരെ നമ്പിക്കൂടാന്നൊക്കെയാണല്ലോ പറയുന്നത്. ഈ കുള്ളനായ എന്നെ നിങ്ങൾ എങ്ങനെ വിശ്വസിച്ചിട്ട് ഇത്രയധികം രൂപയുടെ സാധനങ്ങൾ കേരളത്തിലെ മാർക്കറ്റിലേക്ക് എനിക്ക് തന്നു എന്ന് ഞാൻ ഒരിക്കൽ അദ്ദേഹത്തിനോട് ചോദിക്കുകയുണ്ടായി. അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്നെ മലയാളികളായ പലരും പറ്റിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. എനിക്ക് എന്തോ താങ്കളുമായി സംസാരിച്ച് ഇടപെട്ടപ്പോഴൊക്കെ എനിക്ക് വിശ്വാസമല്ലാതെ വേറൊന്നും തോന്നിയില്ല. വീണ്ടും വീണ്ടും വിശ്വാസം, ഓരോ തവണയും കൂടുതൽ സംസാരിക്കുമ്പോഴും എനിക്ക് അങ്ങനെ വിശ്വാസം കൂടി വരികയുണ്ടായത്. അതുകൊണ്ടാണ് കുറഞ്ഞ പണത്തിന് കുറഞ്ഞ സംഖ്യക്കുള്ള സാധനങ്ങൾ തുടക്കത്തിൽ കടമായി തരികയും പിന്നീട് ലക്ഷക്കണക്കിന് രൂപ കടമായി തരാൻ ഞാൻ തയ്യാറാവുകയും ചെയ്തത്. അതൊരു വിശ്വാസം മാത്രമായിരുന്നു. താങ്കൾ എന്നെ വഞ്ചിക്കില്ല എന്നുള്ള പൂർണ്ണമായ ഉറപ്പൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷേ പോകെ പോകെ എൻ്റെ വിശ്വാസം, ഞാൻ താങ്കളിൽ അർപ്പിച്ച വിശ്വാസം പൂർണ്ണമായി ശരിയായിരുന്നു എനിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ഞാൻ താങ്കൾ പറയുന്നത് മുഴുവൻ കേൾക്കാൻ തയ്യാറ്. എന്തിനേറെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഗ്രൂപ്പുകളിൽ പിന്നീട് എനിക്കൊരു ഡയറക്ടർഷിപ്പ് തന്നെ അദ്ദേഹം തരികയുണ്ടായി.
മുടക്കില്ലാതെ തന്നെ അദ്ദേഹം പറഞ്ഞു, താങ്കൾ എൻ്റെ വ്യവസായ സ്ഥാപനങ്ങളുടെ ഭാഗമാകണം എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. പിൽക്കാലത്ത് ഞാൻ സ്വതന്ത്രമായി വേറെ ചില സ്ഥാപനങ്ങളൊക്കെ കേരളത്തിൽ തുടങ്ങിയപ്പോൾ അതിലൊക്കെ അദ്ദേഹം ചെറിയ തോതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ മക്കൾ ഇന്നും എൻ്റെ കൂടെയുണ്ട്. അതിലൊരാളാണ് അബ്ദുൽ ജബ്ബാർ, ഇന്നും എൻ്റെ കൂടെയുണ്ട്. 87-89 കാലം മുതൽക്ക് എൻ്റെ കൂടെ എൻ്റെ ബിസിനസ് സ്ഥാപനങ്ങളിൽ താല്പര്യമുള്ളപ്പോഴൊക്കെ ഏതൊക്കെ വ്യവസായ സ്ഥാപനത്തിൽ ഒരു പങ്കാളിത്തം ഞാൻ ഓഫർ ചെയ്യുന്നു അതിലൊക്കെ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അന്ന് മുതൽക്കുള്ള സൗഹൃദവും പങ്കാളിത്തം ഇന്നും തുടരുന്നു. ഇനി മറ്റൊന്നുകൂടി പറഞ്ഞാൽ 91 മുതൽക്ക് ഞാൻ ആരംഭിച്ച പങ്കാളിത്ത സ്ഥാപനങ്ങളിലെ പങ്കാളികൾ മുഴുവൻ ഒരാൾ പോലും കൊഴിഞ്ഞു പോകാതെ ഇന്നും എൻ്റെ കൂടെയുണ്ട്. അവരെല്ലാവരും ഇന്നും എൻ്റെ ബിസിനസ് സ്ഥാപനങ്ങളിൽ പങ്കാളികളാണ്. യാതൊരു വലിയ അത്ഭുതമാണ്, ഒരു സംശയവുമില്ല. വളരെ സുതാര്യമായി ഞങ്ങൾ ബിസിനസ് കൊണ്ടു നടക്കുന്നതിൻ്റെ ഭാഗമായി അക്കാലം മുതൽക്കുള്ള ഏതാണ്ട് ഒരു 27 പേര് എനിക്ക് പങ്കാളികളായിട്ടുണ്ട്. ഈ 27 പേരും ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ചെറിയ തോതിലോ അല്ലെങ്കിൽ കാര്യമായ തോതിലോ പങ്കാളികളായിട്ടുണ്ട്. ഞങ്ങൾക്കിടയിൽ ഇന്ന് വരെ ഒരു സംഘർഷം, ഒരു തർക്കം, ഒരു അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തിട്ടില്ല. വളരെ സുതാര്യമായി വളരെ നല്ല നിലക്ക് ഈ പ്രസ്ഥാനം ഞങ്ങളുടെ ഈ പങ്കാളിത്ത സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഭരണരംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, മാധ്യമ രംഗത്തൊക്കെ വളരെ വലിയ ബന്ധങ്ങളുണ്ടായിരുന്ന ഒരു വ്യക്തി അദ്ദേഹം. ആ മനുഷ്യനുമായി ഉള്ള അഭിപ്രായ വ്യത്യാസത്തിനെ തുടർന്നാണ് എന്നെക്കുറിച്ച് ഉള്ള ഇത്തരത്തിലുള്ള ഇപ്പോൾ താങ്കൾ ഉന്നയിച്ച പോലെ ഇരട്ടപ്പേര് വിളിക്കാനും മാധ്യമങ്ങളിലൂടെ എന്നെ അപകീർത്തിപ്പെടുത്താനും അപവാദങ്ങൾ പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള വലിയ ശ്രമങ്ങൾ തുടങ്ങിയത് ആ കാലഘട്ടത്തിൽ. ഞാൻ മൂലം ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് 1 രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് രേഖകൾ സഹിതം ബോധ്യപ്പെടുത്താൻ മാധ്യമങ്ങളോ വിജിലൻസ് ഉദ്യോഗസ്ഥരോ മറ്റാരെങ്കിലും മുൻപോട്ട് വരട്ടെ, ഞാൻ വെല്ലുവിളിക്കുന്നു. എൻ്റെ സർവ്വസ്വത്തും അവർക്ക് ഞാൻ എഴുതി കൊടുക്കും. 350 കോടി രൂപയുടെ പർച്ചേസ് നടത്തുമ്പോൾ 400 മുതൽക്ക് 500 കോടി രൂപ രാധാകൃഷ്ണൻ കൊള്ളയടിച്ചു എന്ന് വാർത്ത, അതും പ്രമുഖ മാധ്യമങ്ങളുടെ മുഴുവൻ തലക്കെട്ടായിട്ട് കൊടുക്കുക. എന്താ അതിനൊക്കെ പറയുക? പുച്ഛിക്കുക എന്നല്ലാതെ.